10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് വിസ്തൃത ലോകവിധാനത്തിൽ എന്നതിലെ 3 പാഠങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗത്തിൻ്റെ കഥ ചുരുക്കി പറയുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തെക്കുറിച്ച് ഒരു അറിവ് കിട്ടുന്നതാണ്. മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ നിരർത്ഥകമായി തീരുമ്പോഴുണ്ടാകുന്ന നിരാശയും പ്രകൃതി സ്നേഹവും കൂട്ടിയിണക്കുന്ന ഒരു കഥയാണ് മണ്ണും മനുഷ്യനും. കഥാനായകൻ റിട്ടയർമെൻ്റ് ജീവിതം ആസ്വദിക്കുന്നതിനായി നഗരത്തിൽ നിന്നകലെ ശാന്തമായ ഒരു വീട് വിലയ്ക്ക് വാങ്ങുന്നു. കഥാനായകൻ്റെ പ്രകൃതി സ്നേഹവും പ്രകൃതി പകർന്നു നൽകുന്ന സൗന്ദര്യാനുഭൂതികളും ആശാന്റെ പൂക്കാലം എന്ന കവിതയിലെ വരികൾ പാടിക്കൊണ്ട് പ്രകടമാക്കുന്നുണ്ട്. കാലം കടന്നു പോകവേ അയാളുടെ വീടിന് ചുറ്റും ധാരാളം വീടുകളും വരുന്നു. അക്കൂട്ടത്തിൽ ഒരു വലിയ മണിമാളികയും ഉയരുന്നു. മണിമാളിക കണ്ട് ഇത്തരം വീടുകൾ ആർക്കു വേണ്ടി എന്ന ചോദ്യം കഥാനായകനിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സമ്പന്നനായ അയൽവാസി വളരെ ചെറുപ്പത്തിൽ തന്നെ വിദേശത്ത് പോയി സമ്പാദിച്ച പണം കൊണ്ടാണ് മണിമാളികയുടെ പണി ആരംഭിച്ചത്. ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ്സുള്ള അയാൾക്ക് 2 മക്കളുണ്ട്. ഭാര്യ നേരത്തെ മരിച്ചുപോയി. വളരെ പെട്ടെന്ന് പണിതുയർത്തിയ വീട്ടിൽ താമസിക്കാൻ മക്കളാരും തന്നെ എത്തിയില്ല. ഒരു നാൾ അയൽക്കാരനും മണിമാളികയുടെ ഉടമയുമായി ഗേറ്റിനു മുന്നിൽ നിൽക്കുന്നത് കണ്ട കഥാകാരൻ അമ്പരന്നുപോയി. അയാളുടെ ഭാവങ്ങളെല്ലാം ആകെ മാറിപ്പോയിരിക്കുന്നു. അയാളുമായി അത്ര അടുപ്പം ഇല്ലെങ്കിൽ പോലും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കഥാനായകൻ അയാളോട് സംസാരിച്ചിരുന്നു. സ്വന്തം പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുറിച്ചു മാറ്റുകയും മുറ്റം മുഴുവൻ ടൈൽസ് പാകുകയും പിന്നീട് അത് പൊളിച്ചു മാറ്റി വില കൂടിയ മാർബിൾ പതിച്ച് മണ്ണിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രവണതയായിരുന്നു അയൽക്കാരൻ്റേത്. വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന കഥാകാരൻ അയാളുടെ പ്രവൃത്തിയോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ കാർ ഷെഡിന്റെ സമീപത്തെ പൊൻചെമ്പകത്തിന്റെ ശാഖകൾ മുറിച്ചു മാറ്റിയത് കണ്ട് സ്തംഭിച്ചു നിന്നുപോയ കഥാനായകനോട് ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞു വീണ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്ന പ്രകൃതി സൗഹൃദമല്ലാത്ത മറുപടിയാണ് അയാൾ പറഞ്ഞത്. ഒരിക്കൽ കഥാനായകന്റെ പുസ്തകപ്രേമത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മരങ്ങളെ സ്നേഹിക്കുന്ന കഥാനായകൻ അദ്ദേഹത്തിന് ഒരു അത്ഭുതമായിരുന്നു. സമ്പത്തിന്റെ ധാരാളിത്തത്തിൽ പ്രകൃതിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തിയായിരുന്നു അയാൾ. അയാൾ ഒരിക്കൽ കഥാനായകനെ കാണാനുള്ള ആഗ്രഹം അറിയിച്ചു. ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് ഉന്നത നിലയിലെത്തിയതും മക്കളെ വിദേശത്ത് അയച്ച് പഠിപ്പിച്ചതുമെല്ലാം ഒരു മടിയും കൂടാതെ അയാൾ കഥാനായകനോട് പങ്കുവച്ചു. മക്കളും പേരക്കുട്ടികളുമായി വാർദ്ധക്യകാലത്ത് താൻ പണിത വലിയ വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹമെന്നും അയാൾ പറഞ്ഞു. പക്ഷേ വിദേശത്ത് വച്ച് വിവാഹിതരായ അവർക്ക് നാട്ടിലേക്ക് വരാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായില്ല. സ്വപ്നങ്ങൾ തകർന്നുപോയ മനുഷ്യന്റെ കണ്ണീരിനു പരിഹാരം കാണാൻ കഴിയാതെ കഥാനായകൻ നിന്നുപോയി. അദ്ദേഹത്തിന് അന്നത്തെ ദിവസം ഉറങ്ങാനും കഴിഞ്ഞിരുന്നില്ല. സമ്പന്നനായ ആ മനുഷ്യൻ നിരാശനായി ആ രാത്രിയിൽ ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടോ യാത്രയാകുന്നു. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള പൊരുത്തക്കേടുകളും മണ്ണിൽ നിന്ന് അകന്നു നിൽക്കുന്ന മനുഷ്യന്റെ മനോഭാവവും മണ്ണിനെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ ജീവിതവും ഒരുപോലെ ഈ കഥയിൽ വ്യക്തമാക്കി തരുന്നു. മനുഷ്യൻ എന്ന പാഠഭാഗത്തിൽ നമ്മുടെ പരിസ്ഥിതിയിൽ നാം ഇന്ന് കാണുന്ന, നമുക്ക് ചുറ്റും ഇന്ന് കാണുന്ന ചില സംഭവങ്ങളാണ് പറയുന്നത്. അതെ, നമ്മുടെ വീട്ടുമുറ്റത്ത് വരെ ഉള്ള മരങ്ങൾ മുറിച്ചു കളഞ്ഞ് നമ്മളവിടെ ടെയിൽ പാകുമ്പോൾ മരങ്ങൾ മുറിക്കുന്നത് വളരെ വലിയ പരിസ്ഥിതി പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത്തരമൊരു വിശദീകരണമാണ് ആ പാഠത്തിലൂടെ കടന്നു പോകുന്നത്. അടുത്തതായി ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. വർത്തമാനകാലത്ത് ആത്മാർത്ഥതയില്ലാത്ത പാരിസ്ഥിതിക കാഴ്ചയുടെ
കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള കവിയുടെ പ്രതികരണമാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ ചർച്ച ചെയ്യുന്നത്. സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് വയനാടിൻ്റെ മനോഹരമായ പ്രകൃതി ദൃശ്യം ആസ്വദിക്കുന്ന കവിയുടെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ വിവരിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. നെൽപ്പാടങ്ങളും ഞാറ്റടിപ്പച്ചയും ചാറ്റൽ മഴയും ചെളിയിൽ പോത്തിനെ പൂട്ടുന്ന നിലമൂഴുന്ന കുറുമരും കുറിച്യരും പാറിപ്പറക്കുന്ന കാക്കകളും കൊക്കുകളും കവിയെ വളരെയധികം ആകർഷിക്കുന്നു. പച്ച പുതച്ചു നിന്ന മലനാട്ടുമണ്ണ് മനയോല തേച്ച മുഖത്ത് ചുട്ടിക്കുത്താൻ മലർന്നു കിടക്കുന്നത് പോലെ കവിക്ക് അനുഭവപ്പെടുന്നു. ഹൃദ്യമായ പ്രകൃതി ദൃശ്യം ക്യാമറയിൽ പകർത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കവി താല്പര്യപ്പെടുന്നു. പ്രകൃതിയുടെ അവസ്ഥാന്തരങ്ങളെ വാക്കുകളിലൂടെ അവതരിപ്പിക്കേണ്ട കവി തൂലിക വിറ്റ് മൊബൈൽ ഫോൺ വാങ്ങി പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തി ലോകത്തിനു മുമ്പിൽ പങ്കുവയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങുന്നു ഇന്ന്. ഈ വിസ്മയ ചിത്രം കണ്ട് ചാറ്റൽ മഴ പോലെ ചാറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടിൻ്റെ പച്ചപ്പുകൾ മാഞ്ഞു പോയിട്ടില്ലെന്നും മണ്ണിൻ്റെ സമൃദ്ധിയും സൗന്ദര്യവും ഇവിടെ ഇന്നും അവശേഷിക്കുന്നുണ്ടെന്നും ആത്മാർത്ഥതയില്ലാതെ ആ ചാറ്റുകൾ വിളിച്ചു കൂവുന്നു. ഈ നിരീക്ഷണത്തിന് സാക്ഷി ഫോണിൽ പകർത്തിയ ചിത്രങ്ങൾ മാത്രമായി ഒതുങ്ങുന്നു. മലനാടിൻ്റെ സമൃദ്ധിയെ പച്ചപ്പിനെ നിലനിർത്താനും അനുഭവിക്കാനും അതിയായി ആഗ്രഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും ലോകമെല്ലാം ചുറ്റിക്കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ സ്വസ്ഥമായിരുന്ന് ഒന്നോ രണ്ടോ ദിവസം ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രമായി മാറുകയാണ്. മണ്ണിൽ നിന്ന് അകന്നു ജീവിക്കുന്ന അനേകരിൽ ഒരുവനായ കവിക്കും മലങ്കര ഒരു ദേശമായി ചുരുങ്ങുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന അടിസ്ഥാന ജനവിഭാഗം കേവലം അളവുകൾ മാത്രമായി ഇന്ന് മാറിയിരിക്കുന്നു. മനുഷ്യനെയും പ്രകൃതിയെയും സാങ്കേതിക വിദ്യയുടെ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുന്ന ഒരു മനോഭാവമാണ് ഇന്ന്. ഒരു നല്ല കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അതിനെ ഹൃദ്യസ്ഥമാക്കാനല്ല, ചിത്രങ്ങളിലൂടെ ലോകത്തേക്ക് പങ്കുവെച്ച് അതിലെ ചാറ്റുകൾ കണ്ട് സന്തോഷിക്കാനാണ് ഇന്നത്തെ മനുഷ്യർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലകളെയും മരങ്ങളെയും കുറിച്യരെയും നിങ്ങൾ എത്ര ജീവി എന്ന് ചോദ്യം ഉയർത്തുന്നത്. മണ്ണിനും പ്രകൃതിക്കും ഉണ്ടാകുന്ന ദുരിതവും മണ്ണിൽ പണിയെടുക്കുന്നവരോടുള്ള മനോഭാവവും ആത്മാർത്ഥതയില്ലാത്തതായിരിക്കുന്നു. ആധുനിക കാലത്ത് മനുഷ്യൻ്റെ പ്രകൃതി സ്നേഹം നിരർത്ഥകമായി തീരുന്നു, നിരർത്ഥകമായ പ്രതികരണങ്ങളുമാവുന്നു എന്ന് കവി വിളിച്ചു പറയുന്നു. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. സാറ ജോസഫ് എഴുതിയ ആദി എന്ന കൃതിയുടെ ഒരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദി എന്ന കലങ്ങിയ ജലാശയത്തിലേക്ക് ഉത്കണ്ഠയോടെ നോക്കി നിൽക്കുന്ന പെൺകുട്ടിയുടെ മനോവ്യാപാരമാണ് ഈ കൃതിയിലൂടെ സാറ ജോസഫ് നമുക്ക് കാണിച്ചു തരുന്നത്. ജലസമൃദ്ധമായ ആദിയുടെ മാറ്റം വ്യക്തിയെയും ജീവിതത്തെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. കലങ്ങിമറിഞ്ഞ വെള്ളം കണ്ട് ദുഃഖിതയാകുന്ന പെൺകുട്ടിയിലൂടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ തന്നെയാണ്. നിരാശയോടെയും ദുഃഖത്തോടെയും നിൽക്കുന്ന പെൺകുട്ടിയോട് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ബുദ്ധൻ്റെ കഥയിലൂടെ നൂർ മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നത്. കലങ്ങി മറിഞ്ഞ വെള്ളവും കലുഷിതമായ മനസ്സും തെളിയാൻ ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ വേണം എന്ന ആശയമാണ് ബുദ്ധൻ്റെ കഥയിലൂടെ നൂർ മുഹമ്മദ് കുട്ടിയോട് പറയുന്നത്. കലങ്ങി മറിഞ്ഞ വെള്ളം കുടിക്കാനെടുക്കാനായി ശിഷ്യനെ ബുദ്ധൻ പറഞ്ഞയക്കുമ്പോൾ ക്ഷമയോടെ വെള്ളം തെളിയുന്നതുവരെ കാത്തിരിക്കാൻ ഗുരു പറഞ്ഞപ്പോൾ കലങ്ങിയ വെള്ളം തെളിയുന്നതുവരെ കാത്തിരിക്കാൻ പറഞ്ഞതിന് ശിഷ്യൻ്റെ മനസ്സ് വളരെയധികം കലുഷിതമാകുന്നു. എന്നാൽ കാത്തിരിപ്പിനൊടുവിൽ വെള്ളം തെളിയുന്നു. അതുപോലെ തന്നെ ശിഷ്യൻ്റെ മനസ്സും ശാന്തമാകുന്നു. ശിഷ്യൻ തിരിച്ചറിഞ്ഞു, കാത്തിരുന്നാൽ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന
ആശയം. ആദിയിലെ ജലരാശി തെളിയുന്നതുവരെയുള്ള കാത്തിരിപ്പാണ് പെൺകുട്ടിക്കുള്ളത്. കലുഷിതമായ ലോകത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ലോകം തെളിഞ്ഞു കാണണമെന്നും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് അവൾക്ക്. മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ആരും കാണാത്തത് കാണുകയും അതിനുവേണ്ടി പ്രതിവിധി തേടുകയും ചെയ്യുന്ന ദർശനം പ്രസക്തമാണ്. പ്രകൃതിയിൽ നിന്ന് വർത്തമാനകാലത്തെ മനുഷ്യർ അകന്നു പോവുകയാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് പാടം നികത്തപ്പെടുന്നതും കെട്ടിടങ്ങൾ വയലുകളിൽ പൊന്തുന്നതും. പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയാതെയും പുഴകളിലേക്കും മറ്റും പ്ലാസ്റ്റിക്കുകളോ മാലിന്യങ്ങളോ വലിച്ചെറിയാതെയും പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മെയും തിരിച്ച് സ്നേഹിക്കും. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്തിൻ്റെ ആശയം ഇതാണ്. അതുപോലെ ആദിയെ ചുറ്റി കിടക്കുകയാണ് പച്ചവള എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. കായലുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ആദി എന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരവും സംസ്കാരവും ആവിഷ്കരിക്കുകയാണ് നോവലിസ്റ്റ് ആയ സറ ജോസഫ്. വെള്ളവും ചെളിയും ചതുപ്പുമായി കിടക്കുന്ന ഇടമാണ് ആദി. ചുറ്റിലും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാടുകൾ, വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന കര. പുറം ലോകത്തുനിന്ന് തീരെ ഒറ്റപ്പെട്ട ആ ദേശത്തിൻ്റെ ജൈവിക സ്വഭാവത്തെയാണ് ആദിയെ ചുറ്റി കിടക്കുന്ന പച്ചവള എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത്. ആദിയുടെ നാഡീഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകളും ചാലുകളും കുളങ്ങളും ഉണ്ട്. പറ്റാത്തുറവകളും കിണറുകളും വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകളും ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകയും അഴുകുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങളും ഉണ്ട്. ആരും ഒരില പോലും നുള്ളിയെടുക്കാത്ത കനത്ത കണ്ടൽക്കാടിന്റെ സമൃദ്ധിയും പച്ചപ്പും അത് ഒരു സംരക്ഷണ വലയം പോലെ ആദിയെ പൊതിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പച്ചവള എന്ന പ്രയോഗം ആദിയുടെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകളെ അടയാളപ്പെടുത്തുന്നു. 3 പാഠഭാഗത്തിൻ്റെ കഥകളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കൂടുതൽ ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്.